സാധാരണക്കാരുടെ ജീവിതങ്ങളെ അസാധാരണ മിഴിവോടെ അവതരിപ്പിച്ച നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസന് വിട നൽകുകയാണ് കലാകേരളം. രാവിലെ 10 മണിക്ക് തൃപ്പൂണിത്തുറ കണ്ടനാട് ഉള്ള അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ. ഔദ്യോഗിക ബഹുമതികളോടെയാണ് ചടങ്ങുകൾ. ഇന്നലെ കണ്ടനാട്ടെ വീട്ടിലേക്കും എറണാകുളം ടൗൺ ഹാളിലേക്കുമായി ആയിരങ്ങളാണ് പ്രിയപ്പെട്ട ശ്രീനിവാസനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഒഴുകിയെത്തിയത്. അർജുൻ മട്ടന്നൂരും സജോ ദേവസ്യയുമാണ് നമുക്കൊപ്പം ശ്രീനിവാസന്റെ കണ്ടനാട്ടെ വീട്ടിൽ നിന്ന് ചേരുന്നത്. ആദ്യം അർജുൻ മട്ടന്നൂരിലേക്ക്. അർജുൻ മട്ടന്നൂർ, ഈ പ്രഭാതം ശ്രീനിവേഴ്സ് ഇല്ലാത്ത അല്ലെങ്കിൽ ശ്രീനിവേഴ്സിനെ ശൂന്യമാക്കിക്കൊണ്ട് ശ്രീനിവാസൻ കടന്നുപോയതിനു ശേഷമുള്ള പ്രഭാതമാണ് കണ്ടന്നൂരിനും ഒപ്പം തന്നെ കേരളത്തിനും. കണ്ടനാട് വീട്ടുവളപ്പിലേക്ക് അവിടെ ഇന്നലെയൊക്കെ ഒരുപാട് പേർ വീട്ടിലെത്തി അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ ശ്രമിക്കുന്നത്, അവിടെ കാത്തു നിൽക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഈ പ്രഭാതത്തിൽ എന്താണ് അവിടുത്തെ കാഴ്ച? സുജയ, ഇന്നലെ രാവിലെ ശ്രീനിയുടെ അന്ത്യം സംഭവിച്ചതിന് പിന്നാലെ ഒഴുകിയെത്തുന്ന ആരാധക വൃന്ദമാണ് നമ്മൾ കണ്ടത്. അതിപ്പോഴും തുടരുകയാണ്. ഇന്നലെ കണ്ടനാട്ടെ വീട്ടിലേക്കും അതോടൊപ്പം തന്നെ ഇന്നലെ ഉച്ചയ്ക്ക് എറണാകുളം ടൗൺ ഹാളിലേക്കും ഒക്കെ തന്നെ ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. സമാനമായ രീതിയിൽ ഇന്ന് രാവിലെയും ഇപ്പോൾ ആളുകൾ ഈ കണ്ടനാടുള്ള വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രിയും പല സുഹൃത്തുക്കൾ, അദ്ദേഹത്തിൻ്റെ ആരാധകരൊക്കെ തന്നെ പല ഭാഗങ്ങളിൽ നിന്ന്, സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് എറണാകുളത്തേക്ക് എത്തുകയും തൃപ്പൂണിത്തുറക്ക് അടുത്തുള്ള കണ്ടനാടുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തുകയും അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴും ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം ടൗൺ ഹാളിലെ പൊതുദർശനം പൂർത്തിയായത് മുതൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ തന്നെ അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ 10 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ അത് 11 മണിയെങ്കിലും ആകാനുള്ള സാധ്യതയുമുണ്ട്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്നലെ നമ്മൾ കണ്ടതാണ്, അപ്രതീക്ഷിതമായ വിയോഗമായിരുന്നു. അതിന് പിന്നാലെ മലയാള സിനിമാ മേഖല മാത്രമല്ല, സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള നിരവധി ആളുകളാണ് കൊച്ചിയിലേക്ക് ഒഴുകിയെത്തിയത്. അപ്രതീക്ഷിതമായ വിയോഗമായിരുന്നു. മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള ഇന്നലെ എത്തി അന്ത്യാഞ്ജലി അർപ്പിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ പതിറ്റാണ്ടുകളായി 3-4 പതിറ്റാണ്ടുകളായി മലയാളിയുടെ നിത്യജീവിതത്തിലെ ഓരോ സംഭാഷണങ്ങളും ഓരോ ജീവിത മുഹൂർത്തങ്ങളും വളരെ തന്മയത്വത്തോടുകൂടി മലയാളികളെ പഠിപ്പിച്ചത്, മലയാളികൾക്ക് അത് ആസ്വാദ്യമാക്കിയതൊക്കെ തന്നെ ശ്രീനിവാസൻ്റെ സിനിമകളിലൂടെയും ശ്രീനിവാസൻ്റെ കഥകളിലൂടെയുമായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം അതുവരെയുള്ള വ്യവസ്ഥാപിതമായ എല്ലാ രീതികളെയും മാറ്റിമറിച്ചുകൊണ്ട് സാധാരണക്കാരൻ്റേതാണ് സിനിമ, സാധാരണക്കാരൻ്റെ കഥയാണ് സിനിമയിലൂടെ പറയേണ്ടത് എന്ന് തെളിയിച്ച ഒരു കലാകാരൻ കൂടിയാണ്. ഒരു നടനാകാൻ വേണ്ടി ആഗ്രഹിച്ച് അദ്ദേഹം സിനിമാ മേഖലയിലേക്ക് എത്തിയതാണ്. അതിനുശേഷം ആ സിനിമാ മേഖലയിൽ അദ്ദേഹം നിലയുറപ്പിക്കാനുള്ള ഒരു കാരണം അത് പിന്നീട് അഭിനയം എന്നതിനപ്പുറത്തേക്ക് തിരക്കഥ രചനയിലേക്ക് മാറുന്നു. അതോടൊപ്പം തന്നെ സംവിധാനത്തിലേക്ക് മാറുന്നു. അത്തരത്തിൽ ഒരു സാധാരണക്കാരന് എത്തിപ്പെടാൻ കഴിയുന്ന എല്ലാ മേഖലകളിലേക്കും അദ്ദേഹം എത്തിപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. ഒരിക്കൽ ശ്രീനിവാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത്തരത്തിൽ പ്രിയദർശനാണ് തന്നെ ഈ സിനിമയുടെ നടുക്കടലിലേക്ക് തള്ളിയിട്ടത് എന്ന് പറഞ്ഞിരുന്നു. അത്തരത്തിൽ ഓടരുതമ്മാവ ആളറിയാം എന്ന സിനിമയിൽ അഭിനയിക്കാമെന്ന പ്രതീക്ഷയോടുകൂടി വന്ന ശ്രീനിവാസന് പ്രിയദർശൻ നൽകിയ ദൗത്യം പക്ഷേ തിരക്കഥാരചന കൂടിയായിരുന്നു. അത്തരത്തിൽ അങ്ങനെ സാഹചര്യങ്ങൾ കൊണ്ട് മലയാള സിനിമയുടെ ഏതൊക്കെ മേഖലകളിൽ അദ്ദേഹത്തെ ദൗത്യം ഏൽപ്പിച്ചു ആ മേഖലകളിലൊക്കെ തന്നെ അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ മലയാളികളുടെ സാധാരണ പ്രശ്നങ്ങളെ, തൊഴിലില്ലായ്മയെ, നിസ്സഹായാവസ്ഥയെ, പ്രണയനഷ്ടങ്ങളെയൊക്കെ തന്നെ വളരെ സരസമായി അവതരിപ്പിക്കുകയും അത് മലയാളികൾക്ക് ആസ്വാദ്യകരമായ രീതിയിൽ, മലയാളികൾക്ക് എന്നും ഓർക്കാൻ കഴിയുന്ന രീതിയിൽ, ഏത് തലമുറക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓരോ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചു. ശ്രീനിവാസൻ മാത്രമാണ് നമ്മളെ വിട്ടു പിരിയുന്നത്. അദ്ദേഹത്തിൻ്റെ കഥകളും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളും എന്നും ജീവിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതുതന്നെയാണ് മലയാളികൾ ഇപ്പോഴും അവരുടെ സാധാരണ നിമിഷങ്ങളിലൊക്കെ തന്നെ പറയുന്ന ഡയലോഗുകളിൽ കൂടുതലും ശ്രീനിവാസൻ കഥാപാത്രങ്ങൾ പഠിപ്പിച്ച, ശ്രീനിവാസൻ കഥാപാത്രങ്ങൾ കാണിച്ചു തന്ന ഡയലോഗുകളാണ്. അത് പതിറ്റാണ്ടുകൾക്കപ്പുറത്തും ഒരുപക്ഷെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ പോലും മലയാളികൾ അർജുൻ മട്ടന്നൂർ, എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് ദാസ എന്ന് മോഹൻലാലിന്റെ കഥാപാത്രത്തോട് ശ്രീനിവാസന്റെ കഥാപാത്രം പറയുന്നതാണ്. അതുപോലെ ദാസനെ തനിച്ചാക്കി വിജയൻ മടങ്ങുകയാണ്. സജോ ദേവസ്യ കൂടിയുണ്ട് നമുക്കൊപ്പം ശ്രീനിവാസന്റെ വീട്ടിൽ നിന്ന്. സജോ ദേവസ്യ, 10 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനായുള്ള ഒരുക്കങ്ങളൊക്കെ എങ്ങനെ? സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആരായിരിക്കും എത്തുക? എങ്ങനെയാണ് ഒരുക്കങ്ങൾ?
സുജയ 10 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാരം നടക്കുക. ഇപ്പോഴും ഇങ്ങോട്ടേക്ക് അണമുറിയാതെ എത്തുന്ന ചലച്ചിത്രാസ്വാദകർ, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന മനുഷ്യർ, നാട്ടുകാർ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അങ്ങനെ വിവിധങ്ങളായ മേഖലകളിൽ നിന്നുള്ള മനുഷ്യർ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയാണ്. 48 വർഷക്കാലം എത്ര നിത്യഹരിതങ്ങളായ സിനിമ മലയാളം ഉള്ളിടത്തുള്ള കാലഘട്ടങ്ങളോളം നിലനിൽക്കുന്ന സിനിമകൾ, നമ്മുടെ നിത്യജീവിത വ്യവഹാരങ്ങളിൽ ഉൾപ്പെട്ട എത്ര പ്രയോഗങ്ങൾ, ശ്രീനിവാസൻ ഡയലോഗുകൾ, കഥാപാത്രങ്ങൾ പറഞ്ഞതാണ് എന്ന് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ആവർത്തിച്ച് ഓർമ്മിക്കുകയായിരുന്നു. എത്രയെത്ര കഥാപരിസരങ്ങൾ. അങ്ങനെ ഇപ്പോഴും ചലച്ചിത്ര രംഗത്ത് നിന്ന് അല്ലാതെയുള്ള ആളുകൾ നേരത്തെ ഈ വിയോഗ വാർത്ത അറിഞ്ഞ് തൃപ്പൂണിത്തുറ ആശുപത്രിയിലേക്കും അതിനുശേഷം ഈ വീട്ടിലേക്കും കണ്ടനാട്ടെ ഈ വസതിയിലേക്കും തുടർന്ന് ടൗൺ ഹാളിലുമൊക്കെ ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള ഒരു പരിച്ഛേദം ആളുകൾ തന്നെ ഒഴുകിയെത്തി. അതിനുശേഷം വീട്ടിലേക്ക് എത്തിയപ്പോഴും ധാരാളം ആളുകൾ വിവിധങ്ങളായ മേഖലകളിൽ നിന്ന് ഒഴുകിയെത്തുകയാണ്. കാരണം അത്രയധികം വലിയ ക്ലാസിക്കുകൾ, അത് എല്ലാ കാലത്തും കാലാതിവർത്തിയ ചലച്ചിത്രകാരനും കലാകാരനും തൻ്റെ കൃതികൾ കൊണ്ട്, തൻ്റെ രചനകൾ കൊണ്ട്, തൻ്റെ ചലച്ചിത്ര സബരി കൊണ്ട് അവിടെ ഒരുപാട് പേർ സാധാരണക്കാരായ മനുഷ്യർ അവസാനമായി പ്രിയപ്പെട്ട ശ്രീനിവാസനെ ഒന്ന് കാണാനായി രാവിലെ അവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. പുറത്തൊക്കെ നിൽക്കുന്ന ആളുകൾ, സംസ്കാര ചടങ്ങ് വരെ അവിടെ തുടരുന്ന ആളുകൾ, അങ്ങനെ പലതരത്തിലുള്ള മനുഷ്യരെയല്ലേ നമ്മൾ കണ്ടുമുട്ടുന്നത്. അവർക്കൊക്കെ പ്രിയപ്പെട്ട ശ്രീനിവാസനെ കുറിച്ച് ചിലർക്ക് ഏട്ടനായിരിക്കും, ചിലർക്ക് സുഹൃത്തായിരിക്കും, ചിലർക്ക് ബന്ധുവായിരിക്കും. അങ്ങനെ പലതരത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മനുഷ്യരാണ് അവിടെ ഇപ്പോൾ ആ വീട്ടുവളപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അവരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി പോവാം. ഉറപ്പായും നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാം. വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ ധാരാളമായി ഇങ്ങോട്ടേക്ക് എത്തുന്നു. നമ്മുടെ മലയാളത്തിൻ്റെ ഒരു വലിയ നഷ്ടം. ഇവിടുത്തുകാരൻ തന്നെയാണ്, പട്ടിത്തുനിന്ന് വന്നതാണ്. പിന്നെ നേരത്തെ മോചനം അർപ്പിക്കാൻ വേണ്ടി ഇന്നലെ പുറപ്പെട്ടോ? ഇന്നലെ രാത്രി പുറപ്പെട്ടു. നിങ്ങളുമൊക്കെ കണ്ണൂരിൽ നിന്ന് വരുന്ന കസിൻ സിസ്റ്ററുമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കാലം ആ മേഖലയിലായിരുന്നു. അവിടെ ഡാൻസ്, നാടകങ്ങൾ, മേക്കപ്പ് ഇതെല്ലാം അവിടെ കലാപ്രവർത്തനങ്ങളുടെ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ അവിടെ നിന്ന് ഇങ്ങോട്ട് സിനിമയിലേക്ക് പോയി, ഇൻഡസ്ട്രിയിലേക്ക് പോയി, ചലച്ചിത്ര മേഖലയിൽ പോയി, പിന്നെ കൈവിട്ട് പോയി അല്ലേ? അവിടെ നിന്ന് തന്നെ വരുന്ന കുടുംബ ബന്ധുക്കളായിരുന്നു. അങ്ങനെ നിരവധി മേഖലകളിൽ നിന്നുള്ള ആളുകൾ. അതായത് അദ്ദേഹത്തിൻ്റെ, നമുക്കറിയാം കണ്ണൂരിലെ പാഠ്യം എന്ന് പറയുന്ന നാടാണ് അദ്ദേഹം ജനിച്ചു വളർന്നത്. അവിടെയാണ് അദ്ദേഹം രൂപപ്പെട്ടത്. പിന്നീട് അങ്ങനെ ചലച്ചിത്ര പശ്ചാത്തലമൊന്നും ഇല്ലാതെ സ്വന്തം പ്രതിഭാവിലാസം കൊണ്ട് മാത്രം എത്തിയ ആളാണ്. നിങ്ങളൊക്കെ ഇവിടെ നിന്നുള്ള ആളുകളാണ്. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ പ്രിയപ്പെട്ട ജില്ല ഇവിടെ നിന്നാണ്. അങ്ങനെ ശ്രീനിവാസൻ എന്നൊരു മഹാകലാകാരനാണ്. നല്ല കലാകാരനാണ്, എല്ലാവർക്കും പ്രിയപ്പെട്ടാണ്. ഇവിടെ നിന്ന് തന്നെ കോഴിക്കോട് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ മഹാകലാകാരൻ. അതെ അതെ അതെ. ഞങ്ങൾ ഒരുപാട് കാണാൻ വേണ്ടി ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. പാട്യത്ത് അവിടെയാണ് വീട് എന്ന് വിചാരിച്ചിട്ടേ പോയിട്ടുണ്ട് അവിടെ. അങ്ങനെ അഭിനയവും എഴുത്തും തുടങ്ങി സംവിധാനവും ഒക്കെ എത്തി നിൽക്കുന്നു. അപ്പോൾ ആ തലമുറകളിൽ ചലച്ചിത്രം കണ്ട എല്ലാ തലമുറകളെയും അതെ അതെ 2000-കളിൽ ജനിച്ച ആളുകളാണ് ഞങ്ങൾ. അപ്പോൾ തലമുറകളുടെ നായകൻ എന്ന് പറയുന്നത് പോലെ തന്നെ പുള്ളിയെ അത്തരത്തിലുള്ള നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് ആ രീതിയിൽ. അപ്പോൾ നമ്മളൊരു 7 മാസം മുമ്പാണ് അവിടെ പോയത് പാട്യത്ത്. അപ്പോൾ അന്ന് അവിടെ കാണാൻ പറ്റില്ല. അന്ന് അവിടുന്ന് പറഞ്ഞു ഇവിടെയാണ് വീട് സ്ഥലം വിറ്റ് വന്നു. പിന്നെ സ്വാധീനിച്ച എത്ര കഥാപാത്രങ്ങൾ, എത്ര ഡയലോഗുകൾ. അതെ, നമ്മൾ ട്രോള് കാണുന്ന ഡയലോഗുകളൊക്കെ നമ്മളിന്നും ഇന്നലെയൊക്കെ കാണുന്നത്. ഇപ്പം ഈ ഇലക്ഷൻ സമയത്ത് അടക്കമാണ് പോളണ്ടിനെ പിടിച്ചൊരു അക്ഷരം കൊണ്ടരുത് എന്ന് പറയുന്നത് ഒക്കെ വളരെ രസകരമായിട്ട് തോന്നില്ലേ? അങ്ങനെ ഒരു നല്ലൊരു ഭയങ്കര ഒരു സങ്കടം. കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും. അതെ അതെ തീർച്ചയായും. ചിന്താവിഷ്ടയായ ശ്യാമള എന്ന് പറഞ്ഞ സിനിമ എത്ര തവണ കണ്ടു എന്ന് തന്നെ അറിയില്ല. അത്രയും എന്താ പറയുക, തിരക്കഥയിൽ അതിൻ്റെ ഒരു എന്താ പറയുക, MT കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തിരക്കഥാകൃത്താണ് ശ്രീനിവാസൻ. നിങ്ങൾ ചലച്ചിത്ര മേഖല ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണോ? അല്ല, നമ്മൾ എഴുത്തുമായിട്ട് കുറച്ചൊരു ബാക്ക്ഗ്രൗണ്ട്. നമ്മൾ പബ്ലിഷറാണ്. ഒറാട്ടിൽസ് എന്ന പബ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശ്രീനിവാസൻ്റെ സ്ക്രിപ്റ്റ് നമുക്ക് എത്രത്തോളം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. സിനിമ കാണുന്നതിനെക്കാട്ട് കൂടുതൽ നമ്മൾ സ്ക്രിപ്റ്റ് എങ്ങനെയാണെന്ന് നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നത്. അപ്പം അതാണ് സൂചി. എല്ലാ കാലത്തും ഉള്ളൊരു ശ്രീനി യൂണിവേഴ്സ് നമ്മൾ പറയില്ലേ, ശ്രീനി യൂണിവേഴ്സ്. ആ യൂണിവേഴ്സിൻ്റെ ആരാധകർ അദ്ദേഹം ഈ ചലച്ചിത്ര സൗകര്യം തുടങ്ങിയ കാലം മുതൽ ഈ കാലത്തെ ആളുകൾ വരെ
ഉണ്ട് എന്നാണ് തീർച്ചയായും ഏറ്റവും സജോ, സവിശേഷമായ അതാണ് കാര്യം. ജെൻസി ഓരോ എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ജെൻസിക്കും ജെൻ ആൽഫയ്ക്കും എല്ലാം പരിചിതനാണ് ശ്രീനിവാസൻ. അദ്ദേഹത്തിന്റെ ഓർമ്മകളിലേക്ക് നമുക്ക് കൂടുതൽ അനുസ്മരണങ്ങളിലേക്ക് ഒക്കെ പോകാം. പലതരത്തിലുള്ള പല മേഖലകളിൽ ജോലി ചെയ്യുന്ന മനുഷ്യർ, അവർക്കെല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു ശ്രീനിവാസൻ എന്ന് വ്യക്തമാക്കുന്ന പ്രതികരണങ്ങളാണ്, കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാലത്തെ അതിജീവിച്ച തൻ്റെ സിനിമകൾ, ആ സിനിമകളിലൂടെ മലയാളികളോട് ചിരിയിൽ പൊതിഞ്ഞ ചോദ്യങ്ങൾ ചോദിച്ച ശ്രീനിവാസൻ ഇനി ഓർമ്മത്തിരയിലായിരിക്കും. ഇന്നലെ രാവിലെ തൃപ്പൂണിത്തുറയിലെ താലൂക്ക് ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ഡയാലിസിസിനായി കൊണ്ടുപോകുമ്പോൾ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അല്പസമയത്തിനകം 10 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ. ഉദയംപേരൂരിലെ കണ്ടനാട്ടെ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. കണ്ണൂരിലെ പാട്യത്ത് നിന്ന് സിനിമാ ലോകത്തേക്കെത്തി മലയാളികളുടെ എല്ലാം പ്രിയപ്പെട്ടവനായി മാറിയ ശ്രീനിവാസന് വിട നൽകുകയാണ് കലാകേരളം.